കേരളത്തിലെ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് വികാസ്. സെലിബ്രിറ്റി വെഡ്ഡിംഗ് മേക്കപ്പുകൾ ചെയ്താണ് വികാസ് മലയാളികൾക്ക് പരിചിതനായത്. നടി കാർത്തിക നായർ ഉൾപ്പെടെ നിരവധി താരങ്ങളെ വിവാഹത്തിനായി ഒരുക്കിയത് വികാസാണ്. സ്വന്തം വിവാഹത്തിന് വധുവിന് മേക്കപ്പ് ഇട്ടതും വികാസ് തന്നെയായിരുന്നു. വികാസിൻ്റെ വിവാഹ ചിത്രങ്ങൾ അന്ന് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ തങ്ങളുടെ ആദ്യ കൺമണിക്കായുള്ള കാത്തിരിപ്പിലാണ് വികാസും ഭാര്യ ഷെറിനും. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ആളെത്തും. അതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇരുവരും. തനിക്ക് ഒരു പെൺകുഞ്ഞായിരിക്കും വരാൻ പോകുന്നതെന്നാണ് വികാസിൻ്റെ പ്രതീക്ഷ. പെൺകുഞ്ഞ് ആണെങ്കിൽ നാരായണി എന്ന് പേരിട്ട് വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും വികാസ് പറയുന്നു. വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് വികാസ് മനസ്സ് തുറന്നത്. മകൻ വേണം എന്നാണ് ഭാര്യ ഷെറിന്. അതുകൊണ്ടുതന്നെ മകനായാൽ നാരായണൻ എന്നും മകളായാൽ നാരായണി എന്നും വിളിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഷെറിൻ്റെ മെറ്റേർണിറ്റി ഷൂട്ട് നടന്നത്. അതിൻ്റെ ഒരുക്കങ്ങളും അഭിമുഖത്തിൽ കാണിക്കുകയുണ്ടായി. വികാസ് തന്നെയാണ് ഷൂട്ടിനായി ഷെറിനെ ഒരുക്കിയത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇവർക്ക് കുഞ്ഞു ജനിക്കാൻ പോകുന്നത്. റിസ്ക്കുള്ള പ്രഗ്നൻസി ആയിരുന്നു ഷെറിൻ്റേത്. അതേക്കുറിച്ചും ഇവർ സംസാരിച്ചു. നമ്മൾ ഒരുപാട് കാത്തിരുന്നു കിട്ടാൻ പോകുന്ന കൺമണിയാണ്. അതും നല്ല റിസ്ക് എടുത്തുള്ള പ്രഗ്നൻസി. 3-ാം മാസം മുതൽ ഇത്രയും നാളും ബെഡിൽ തന്നെയായിരുന്നു. നല്ല പേടിയും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഇരിക്കുന്നത്, വികാസ് പറയുന്നു. ഗർഭിണിയായ ദിവസം മുതൽ ഇന്നുവരെ ഇദ്ദേഹം എൻ്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ സ്ട്രഗിൾ ചെയ്യുമ്പോൾ പുള്ളിയും സ്ട്രഗിൾ ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഇതുവരെയും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് വികാസിനെ കുറിച്ച് ഷെറിൻ പറഞ്ഞത്. 2021 ഫെബ്രുവരി 12 ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വികാസിൻ്റെയും ഷെറിൻ്റെയും വിവാഹം. തൻ്റെയും ഭാര്യയുടെയും 2ാം വിവാഹമാണെന്ന് വികാസ് അന്നേ പറഞ്ഞിരുന്നു. അഭിമുഖത്തിലും അതേക്കുറിച്ച് വികാസ് സംസാരിച്ചു. ഞങ്ങൾ രണ്ടാൾക്കും ഇത് 2ാം വിവാഹമാണ്. ഒരു മാട്രിമോണിയൽ സൈറ്റ് വഴി വന്ന ആലോചനയാണ്. ഷെറിന് ആദ്യ വിവാഹത്തിൽ 10 വയസ്സായ ഒരു മകളുണ്ട്. എനിക്കത് പ്രശ്നമുണ്ടായിരുന്നില്ല. മകൾ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ മസ്കറ്റിലാണ്. ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. മാട്രിമോണിയിലൂടെ തന്നെ സംസാരിച്ച് ഞങ്ങൾ ഒരുമിക്കാം എന്ന തീരുമാനം എടുക്കുകയായിരുന്നു. ഇപ്പോഴും ആ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത് എന്ന തോന്നലാണ് നമുക്കുള്ളത്, വികാസ് പറഞ്ഞു. ഷെറിൻ എൻ്റെ ജോലി തിരക്കുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ആദ്യത്തെ വിവാഹ ജീവിതത്തെ എനിക്ക് ലഭിക്കാതെ പോയതൊക്കെ ഇത് ലഭിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഞാൻ എൻ്റെ കുടുംബജീവിതത്തിൻ്റെ വിജയമായി കാണുന്നതെന്നും വികാസ് പറഞ്ഞു.